ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അത് വലിയൊരു കെണിയാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികൾ ഈ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാറുണ്ടോ? കുട്ടികൾ പറയും ഞങ്ങൾ ഗെയിം കളിക്കുകയാണ് എന്ന്. ഗെയിം അതൊരു വല്ലാത്ത ചതിക്കുഴിയാണ്. ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്ന കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ശ്രദ്ധ വയ്ക്കണം. അതിലേക്കാണ് 24 അവർ ഇനി പോകുന്നത്. ഈ 20-ാം മണിക്കൂറിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നു ഓൺലൈൻ ഗെയിമിലെ ചതിക്കുഴികൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മംഗലാപുരത്ത് നിന്ന് ഒരു മലയാളി വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്ന് 5 ദിവസമായി. പാലക്കാട് തൃത്താല സ്വദേശിയാണ്. പേര് മാലിക്. സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിച്ചിരുന്നു. മാലിക്കിനെ കാണാനില്ല. മാലിക് ഇപ്പോൾ എവിടെയാണ്? ഒരു തുമ്പുമില്ലാതെ വല്ലാത്ത തോതിൽ വിഷമിച്ച് വേദനയോടെ ഇരിക്കുകയാണ് ആ കുടുംബം. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള വേദനയിലാണ് ഈ മാലിക് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോൺ അവിടെ തന്നെ വെച്ചിരുന്നു, താമസിച്ചിരുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സാധ്യവുമല്ല. എങ്ങോട്ടാണ് മാലിക് പോയത്? മാലിക്കിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? മാലിക് തിരികെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഓൺലൈൻ ഗെയിമുകളിലെ ചതിക്കുഴികളിലേക്കാണ് ഒന്ന് വെളിച്ചം വീശാൻ പോകുന്നത്. ഇനിയുള്ള സമയത്ത് 13-ാം തീയതി മാലിക്കിനെ കാണാതാകുന്നു. 5 ദിവസം പിന്നിട്ടു ഇതിനോടകം. ഉള്ളയാൾ പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. പോയ ആയുഷ് ക്യാമ്പസിലെ 2ാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, ഈ കോഴ്സാണ് മാലിക് പഠിക്കുന്നത്. അതായത് നല്ലൊരു കോഴ്സിന് ചേർന്ന സാമർഥ്യമുള്ള ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയാണ് ഓൺലൈൻ ഗെയിമിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോയത്. എന്താണ് മാലിക്കിന് സംഭവിച്ചത്? നോക്കാം വിശദമായി. ഈ ഓൺലൈൻ ഗെയിമുകാർ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അവരുടെ കെണിയിൽ വീഴ്ത്തുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമാണ്. നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ ചതിക്കുഴി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ പാവക്കുട്ടികൾ ഗെയിം കളിക്കും. ആദ്യം അതിൽ വിജയിക്കുമ്പോൾ പണം നൽകും. അക്കൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റായി ക്രെഡിറ്റ് ആവുകയാണ്. ചെറിയ തുകയാണ്. പക്ഷേ ഈ ചെറിയ തുക കൊണ്ട് ആ ഓൺലൈൻ ഗെയിമുകാർ ആർജിച്ചെടുക്കുന്നത് വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ തുമ്പിൽ പിടിച്ചാണ് ഈ കുരുന്നുകൾ കൂടുതൽ ടാസ്കുകളിലേക്ക് പോകുന്നത്. ഈ ടാസ്കുകളിലേക്ക് പോകുമ്പോൾ പുതിയ ടാസ്കുകൾ വരുന്നു. അതിന് ചെറിയ തോതിൽ പണം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കളിക്കാൻ ശ്രമിക്കും, വീണ്ടും പോകും ഗെയിമിലേക്ക്. ഗെയിമിന്റെ ചതിക്കുഴി അത് ആഴത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം തന്നെയാണ് മാലിക് എന്ന ഈ വിദ്യാർത്ഥിയും നേരിട്ടത്. ടാസ്കുകൾ പൂർത്തിയായതോടെ, പണമെത്തിയതോടെ മാലിക്കിനും ഹരമായി. അങ്ങനെ വിശ്വാസത്തിലെടുത്തു മാലിക് ആ ഓൺലൈൻ ഗെയിമിനെ. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ആദ്യം പണം നൽകിയതിന് പിന്നാലെ കൂടുതൽ ഗെയിമുകൾ അൺലോക്ക് ചെയ്യാൻ പണം ആവശ്യപ്പെടും. ഈ പണം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പണം നൽകുകയും ചെയ്യും. കയ്യിലുണ്ടായിരുന്നില്ല മാലിക്കിന് അത്രയും തുക. പക്ഷേ മാലിക് കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങി, ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങി. അങ്ങനെ നൽകി ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ രൂപയാണ് മാലിക്കിന് ആ ഗെയിമുകാർക്ക് അല്ലെങ്കിൽ ആ ചതിക്കുഴി ഒരുക്കിയവർക്ക് നൽകേണ്ടി വന്നത്. ഏറ്റവും ഒടുവിൽ ഒരു തുക മാലിക്കിന് ലഭിക്കും എന്നവർ പറയുന്നു. പക്ഷേ അവിടെയും ടോപ്പ് അപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. 75,000 രൂപ കൊണ്ട് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് അൺലോക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ ഗെയിമുകാരുടെ കണ്ടീഷൻ. നേരത്തെ സൂചിപ്പിച്ചു ചില ടാസ്കുകളുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം. ഈ ഓൺലൈൻ ഗെയിമുകൾ അയക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ വ്യക്തമാണ് പണം വരുന്ന രീതി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമാവുന്നുണ്ട്. സ്ക്രീൻഷോട്ടിൽ തന്നെ മാലിക്കിന്റെ സംസാരം, ഈ ഗെയിമിന്റെ തട്ടിപ്പുകാരുമായി മാലിക് നടത്തിയ സംഭാഷണങ്ങളാണ് ഈ കാണുന്ന സ്ക്രീൻഷോട്ടിലുള്ളത്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഒരു സ്ഥലത്ത് പോവുക, ആ ലൊക്കേഷന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ മാലിക്കിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു. പിന്നീട് മറ്റൊരു ടാസ്ക്, വേറൊരു സ്ഥലം പറയും, ആ ലൊക്കേഷനിൽ പോയി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. വളരെ സിമ്പിൾ ആണല്ലോ.
ഇത്തരത്തിൽ ചെയ്താണ് ഈ ടാസ്ക് വളർന്നതും ആ ഗെയിമിനോടുള്ള അടിമത്തം കൂടുന്നതും. അവിടെയാണ് ആ കടിഞ്ഞാൺ ആ ഗെയിമുകാരുടെ, ആ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വ്യാഴാഴ്ച വലിയ നിരാശയിലായിരുന്നു മാലിക്. കാരണം മാലിക്കിന് അത്രമാത്രം പണം നഷ്ടമായി. മാലിക് ഏറ്റവും ഒടുവിൽ ആ ചാറ്റിൽ പറയുന്നത് എന്താണെന്നോ, എനിക്കിനി 75,000 രൂപ തരാനില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർക്കും ഒരു അപകടം മണത്തിട്ടുണ്ടാകും. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ സാവകാശം നൽകാമെന്ന്. അപ്പോൾ മാലിക് പറയുന്നു, ഇല്ല, ഇനി എൻ്റെ കയ്യിൽ തരാൻ പണമില്ല. ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇനി എനിക്ക് നൽകാൻ പണമില്ല എന്ന്. അവിടെ തുടങ്ങുന്നു ഇതിന്റെ പ്രശ്നങ്ങൾ. രാത്രി ഭക്ഷണം കഴിക്കാൻ എന്നുള്ള പേരിലാണ് മാലിക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ബൈക്കുമായാണ് മാലിക് പോകുന്നത്. അതിനുശേഷം തിരിച്ചെത്തിയിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളുണ്ട് മാലിക് ബൈക്കെടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഈ ബൈക്ക് എടുത്തു പോകുന്ന മാലിക് ഏറ്റവും ഒടുവിൽ എത്തിയത് മംഗലാപുരത്തെ റെയിൽവേ സ്റ്റേഷനിലാണ്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അവിടെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് നിർത്തി പേ ആൻഡ് പാർക്കിൽ അവിടെ പണം നൽകി മാലിക് ബൈക്ക് പാർക്ക് ചെയ്ത് പോകുന്നത് വ്യക്തമായി ലഭിച്ചിട്ടുണ്ട് ബന്ധുക്കൾക്കും ഒപ്പം പോലീസിനും. പക്ഷെ പിന്നീട് ഒരു വിവരം, അത് പ്ലാറ്റ്ഫോമിൽ കാണുന്ന മാലിക്കിനെയാണ്. മംഗള ലക്ഷദ്വീപ് ഈ എക്സ്പ്രസ് ട്രെയിൻ വന്നപ്പോൾ മാലിക് അതിൽ കയറി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഒരു വിവരവുമില്ല. മംഗലാപുരം പോലീസിന്റെ അന്വേഷണം ഒരു തരത്തിലും പുരോഗമിക്കുന്നുമില്ല. അതാണ് ആശങ്കപ്പെടുത്തുന്നത്. 5 ദിവസം പിന്നിട്ടു മാലിക് ഈ കാണാതായിട്ട്. സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ് മാലിക് എന്ന ബന്ധുക്കൾക്ക് മനസ്സിലായത് ഈ തിരോധാനത്തിന് ശേഷമാണ്. മാലിക്കിന്റെ ഫോണിന്റെ നമ്പർ തേടി അല്ലെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാലിക്കിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ബന്ധുക്കൾ IT വിദഗ്ധരുടെ സഹായത്തോടെ. പക്ഷേ അവിടെ കണ്ടത് മാലിക് ആ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഉപേക്ഷിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ്. ഫോണിലെ പരിശോധനയിലാണ് ഓൺലൈൻ ഗെയിം സ്ഥിരമായി കളിച്ചിരുന്നു. ഈ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. മാലിക്കിന്റെ മാതൃ സഹോദരൻ ഡോക്ടർ അജ്മൽ പറഞ്ഞ കാര്യം അത് ഞെട്ടിക്കുന്നതാണ്. മാലിക്കിനെ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ഗെയിമിന്റെ കെണിയിൽ മാലിക് വീണിരുന്നു എന്നുള്ളത് വൈകി പോയിരുന്നു ആ കുടുംബം അറിയാൻ. കേൾക്കാം അജ്മൽ പറയുന്നത്. 13-ാം തീയതി രാത്രി 8:53 ആളാണ് ലാസ്റ്റ് ആയിട്ട് റൂമിന്റെ അടുത്ത് CCTV കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിനെ കണ്ടിട്ടില്ല. അപ്പൊ അതിന് മുന്നേ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു, അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമില്ല. കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു. അപ്പൊ എന്തിനാന്ന് വെച്ചപ്പോൾ കോളേജ് ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കൂട്ടുകാര്. പിന്നെ അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആളുടെ വിവരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫോണ് ഇന്നലെ 14-ാം തീയതി പുലർച്ചയൊക്കെ ആകുമ്പോൾ റൂമൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഫോണ് റൂമിൽ നിന്ന് കിട്ടി. ഫ്ലൈറ്റ് മോഡിലായിരുന്നു. അപ്പൊ അത് ഓപ്പൺ ആക്കി നോക്കി നോക്കുമ്പം അതിൽ ഒരു ഓൺലൈൻ ഗെയിം കളിച്ചിരിക്കുകയാണ്. ഗെയിം വിച്ച് മീൻസ് മുന്നേ ബ്ലൂ വെയിലൊക്കെ പോലെ ഉണ്ടായിരുന്ന ഒരു ഗെയിം. അവർ കുറെ ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കും. ഇനീഷ്യലി അവന് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ അത് ട്രസ്റ്റായി. അപ്പോൾ പിന്നെ അവൻ പിന്നെ കളിച്ചിട്ടുള്ള പൈസ വിഡ്രോ ചെയ്തെടുക്കണമെങ്കിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പൈസ നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി പൈസ ആയിട്ട് ഇങ്ങനെ കിട്ടും എന്നുള്ളതുകൊണ്ട്, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതുകൊണ്ട് അങ്ങനെ പൈസ അടപ്പിച്ചതാണ്. അങ്ങനെ ട്രസ്റ്റ് എടുത്തിട്ട് അടപ്പിച്ചിട്ട് ഏകദേശം 2.5-3 ലക്ഷം രൂപ വരെ അടച്ചു. ലാസ്റ്റ് അത് ഫേക്ക് ആണെന്ന് കണ്ടപ്പോൾ അവർക്ക് ഒരു സൂസൈഡ് നോട്ട് പോലെ ഞാൻ ആത്മഹത്യ ചെയ്യാണ്, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകരുത്. മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ജാഗ്രത ഉണ്ടാകട്ടെ. കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന പേജുകൾ, തിരഞ്ഞെടുക്കുന്ന ഗെയിമുകൾ എന്താണ് എന്നുള്ളത് നമുക്കും ഒരു ബോധ്യമുണ്ടാകണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും.